ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പ്രത്യേകിച്ച് ഈ രാജ്യത്തിലെ സ്ത്രീജനങ്ങൾക്ക് അഭിമാനിക്കാൻ ഏറെയാണ്. വ്യാപ്തി, കൃത്യത, തന്ത്രപരമായ സ്വാധീനം ഇവ മൂന്നും സമന്വയിപ്പിച്ചുകൊണ്ട് നടന്ന ആക്രമണം. ആ ആക്രമണത്തിന്റെ മുൻനിരയിൽ പ്രവർത്തിച്ചത് ധാരാളം വനിതാ പൈലറ്റുമാരായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഏപ്രിൽ 22-ന് പൽഗാവിൽ 26 സ്ത്രീകളുടെ സിന്ദൂരം വായിച്ചവർക്ക് പാക് മണ്ണിൽ കടന്നു കയറി തിരിച്ചടി നൽകാൻ മുൻനിരയിൽ നിന്നുണ്ടായിരുന്നത് വനിതാ പൈലറ്റുമാരാണ് അധികവും. അങ്ങനെ മെയ് 7-ന് ആദ്യ തിരിച്ചടി. അന്ന് പാക് ഭീകര കേന്ദ്രങ്ങൾ തച്ചുടച്ച വനിതാ പൈലറ്റുമാർ കൊന്നൊടുക്കിയത് 170-ലധികം ഭീകരന്മാരാണ് എന്നാണ് പുതിയ റിപ്പോർട്ട്. തൊട്ടു പിന്നാലെ നടന്ന തിരിച്ചടി 42ഓളം പാക് പട്ടാളക്കാരും കാലപുരിപോകി. ഇന്ത്യയുടെ ബ്രഹ്മോസ് കൃത്യമായി തന്നെ പണി നടത്തിയപ്പോൾ 11 വിമാനത്താവളങ്ങൾ തകർന്ന് തരിപ്പണമായി. വിമാനത്താവളങ്ങൾ എന്നതിലുപരി അത് വ്യോമത്താവളം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും പാകിസ്ഥാൻ അപമാനിതരായിരിക്കുന്നു. പാകിസ്ഥാൻ എപ്പോഴെങ്കിലും തിരിച്ചടിക്ക് മുതിരുമെന്ന് ഇന്ത്യ ഇപ്പോഴും കരുതുന്നു. കാരണം ഇന്ത്യയുടെ തിരിച്ചടി ഭീകരവാദികളുടെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭഗൽപൂരിലായിരുന്നു. ഹാഫിസ് സെയ്ദടക്കം പിച്ചവെച്ച നാട്, ഭീകരന്മാരുടെ കളിത്തൊട്ടിൽ. അവിടങ്ങളിലൊക്കെ ഇന്ത്യയുടെ മിസൈൽ വർഷം. ഏതായാലും പാകിസ്ഥാനെ കരുതിയിരിക്കാനാണ് ഇപ്പോൾ ഇന്ത്യൻ സേന നൽകിയിരിക്കുന്ന നിർദ്ദേശം. പാകിസ്ഥാൻ ഇതിന് തിരിച്ചടിക്കായി ഒരുങ്ങിയേക്കാം. അന്ന് സർവ്വശക്തിയും എടുത്ത് തീർക്കുവാൻ തന്നെയാണ് തീരുമാനവും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.